ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വാക്കിലോതി വളർന്നു മലയാളം. സാഹിത്യത്തിന്റെ നിറവ്. എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ RS രാജീവ്. ഒരു സ്വർണമാലിക പോൽ. സാഹിത്യത്തിൻ്റെ നിറവ് ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസിഗർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. മലയാളിയുടെ ഹൃദയാംശമായി മാറിയ MD വാസുദേവൻ നായർ ആമുഖം ആവശ്യമില്ലാത്ത ബഹുമുഖ പ്രതിഭയാണ്. നോവൽ എഴുത്തുകാരൻ, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, പത്രാധിപർ, സംവിധായകൻ, പ്രഭാഷകൻ എന്നിങ്ങനെ താൻ കൈവച്ച മേഖലകളെല്ലാം കീഴടക്കിയ MDയുടെ പ്രസിദ്ധമായ നോവലാണ് രണ്ടാമൂഴം. ഭീമസേനനെ മുഖ്യകേന്ദ്രമാക്കി രചിച്ചിരിക്കുന്ന രണ്ടാമൂഴം എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പഞ്ചഭൂതാത്മാവാകുമീ ജീവപ്രപഞ്ചത്തെ പുഞ്ചിരിച്ചെതിരേൽക്കും പാർവണേന്ദുവെ പോലെ പഞ്ചപാണ്ഡവർ ഞങ്ങൾ 5 പേരിലും പ്രേമ പഞ്ചരം തീർക്കും രാഗലോലയെ പാഞ്ചാലിയെ എടുത്തു വാരിപ്പുണർന്നറിയിച്ചു ഞാൻ. തങ്കം എനിക്കു കയ്യെത്താത്ത പൂവില്ലീ പ്രപഞ്ചത്തിൽ. തങ്കം എനിക്കു കയ്യെത്താത്ത പൂവില്ലീ പ്രപഞ്ചത്തിൽ. എതിർപ്പിൻ വജ്രം വെച്ചു കെട്ടിയ ഗദ കയ്യിലെടുത്തു നടന്നു ഞാൻ അജ്ഞാത പുഷ്പം തേടി സിന്ധുഗംഗകൾ. എഴുത്തുകാരൻ്റെ മൗനം അപകടകരമാണെന്ന തിരിച്ചറിവ് വെളിച്ചം പകരുന്ന കാലത്താണ് MD വാസുദേവൻ നായർ രണ്ടാമൂഴം എഴുതിയത്. ധർമാർത്ഥ കാമമോക്ഷ സംബന്ധിയായ എല്ലാം ഇതിലുണ്ട് എന്ന് മഹാഭാരത രചനയുടെ നാന്ദിയായി വ്യാസൻ പ്രഖ്യാപിച്ചതിൻ്റെ സാധ്യതയിലെ സ്വാതന്ത്ര്യത്തെയാണ് MD വാസുദേവൻ നായർ ചൂഷണം ചെയ്തത്. ലോകത്തോട് തനിക്ക് പറയാനുള്ളതെല്ലാം വിട്ടുവീഴ്ചയില്ലാതെ തൻ്റെ കൃതികളിലൂടെ ആവിഷ്കരിച്ച ഈ എഴുത്തുകാരൻ കൃഷ്ണദേവായന വ്യാസൻ്റെ മൗനത്തിന് ശബ്ദം നൽകിയപ്പോൾ മലയാളിക്ക് ലഭ്യമായ അവിസ്മരണീയമായ വായനാനുഭവമാണ് രണ്ടാമൂഴം. അസംതൃപ്തമായ ആത്മാവിന് വല്ലപ്പോഴും വീണ് കിട്ടുന്ന ആഹ്ലാദത്തിൻ്റെ അസുലഭ നിമിഷങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞാൻ എഴുതുന്നു. ആ സ്വാതന്ത്ര്യമാണ് എൻ്റെ അസ്തിത്വം എന്ന് MD ഒരിടത്തെഴുതി. ഈ സ്വാതന്ത്ര്യത്തിൻ്റെയും അത് നൽകുന്ന സാധ്യതയുടെയും ഏറ്റവും സൂക്ഷ്മവും ഔചിത്യപൂർണവുമായ പരീക്ഷണമാണ് ഈ നോവൽ. വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും വിയോജിപ്പുകൾക്കുമുള്ള സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടായേക്കാം. സർഗാത്മകമായ സ്വാതന്ത്ര്യം എടുക്കുമ്പോഴേ ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ. ഇതിഹാസ പുരാണാദികളെ നാടകീയമായി പുനരാവിഷ്കരിക്കുക മാത്രം ചെയ്യുന്ന എത്രയോ നോവലുകളും ഭാരതത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അവ കലാസൃഷ്ടിയുടെ തലത്തിലെത്തുന്നത് സർഗാത്മകമായ സ്വാതന്ത്ര്യം പ്രയോഗിക്കുമ്പോൾ മാത്രമാണ്. യയാതി, കർണൻ, ഇനി ഞാൻ ഉറങ്ങട്ടെ, രണ്ടാമൂഴം തുടങ്ങിയ കൃതികൾ ഈ ജനസിൽപ്പെടുന്നു. പ്രളയം വിഴുങ്ങുന്നതിനിടയ്ക്ക് ചവച്ചു തുപ്പിയ ദ്വാരകയുടെ പഴയ പ്രൗഢിയുടെ അവശിഷ്ടങ്ങൾ 1000 മൃഗങ്ങളുടെ മേധം ചെയ്ത ഏതോ യാഗത്തിലെ ബലിമണ്ഡപത്തിലെ ജീവൻ വെടിഞ്ഞ ശരീരങ്ങൾ പോലെ തീരത്തിൽ നനഞ്ഞ മണലിൽ ചിതറിക്കിടക്കുന്നു. യുധിഷ്ഠിരൻ ഇടറാൻ തുടങ്ങുന്ന മനസ്സിനെ ശാന്തമാവാൻ ശാസിച്ചു. ഓർമ്മിക്കുക, ആരംഭത്തിനെല്ലാം അവസാനമുണ്ട്. മഹാപ്രസ്ഥാനത്തിനു മുമ്പ് പിതാമഹൻ കൃഷ്ണദ്വൈപായനൻ പറഞ്ഞതെല്ലാം മനസ്സേ ഓർമ്മിക്കുക. ദുരന്തത്തിന് നേരത്തെ സാക്ഷിയാകേണ്ടി വന്ന അർജുനൻ കടൽക്കരയ്ക്കടുത്ത് പോകാതെ മാറി നിന്നു. ഭയന്ന് വിറയ്ക്കുകയായിരുന്നു ദ്വാരക.
രക്ഷകനെത്തിയ ആശ്വാസത്തോടെ ഗാന്ധിവിയെ കണ്ട് സ്ത്രീകളടക്കം അവർ ചുറ്റും തിങ്ങിക്കൂടി നിന്നു. കറുത്ത ശരീരവും കറുത്ത വസ്ത്രങ്ങളുമായി വലിയ വെള്ളപ്പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് കൊട്ടാരത്തിന്റെ ഇടനാഴികളിൽ ഇരുട്ടിൽ അലഞ്ഞു നടന്ന ഒരു സ്ത്രീ രൂപത്തെ സ്വപ്നം കണ്ട് അന്തഃപുരം നടുങ്ങിയിരുന്നു അത്രേ. മനുഷ്യനായ ഭീമനെയാണ് MD നോവലിൽ മാതൃകയാക്കുന്നത്. സങ്കടവും സന്തോഷവും സ്നേഹവും വെറുപ്പും പകയും അസ്വസ്ഥതയും ഒക്കെയുള്ള ഒരു മനുഷ്യനാണ് ഭീമൻ. വീരയോദ്ധാവും നല്ല കാമുകനും സ്നേഹമുള്ള ഭർത്താവും നൈതികബോധമുള്ള സഹോദരനും ഒക്കെയായ മനുഷ്യൻ. കൃഷ്ണൻ ഉൾപ്പെടെയുള്ള എല്ലാ കഥാപാത്രങ്ങളെയും മാനുഷിക തലത്തിൽ നിന്നുകൊണ്ടാണ് എഴുത്തുകാരൻ സമീപിക്കുന്നത്. മഹാഭാരതത്തിലെ കൃഷ്ണൻ ശക്തമല്ലാത്തൊരു രാജ്യത്തിലെ യുവരാജാവ് മാത്രമായിരുന്നു. ജരാസന്ധനെ വീഴ്ത്തുന്നതിനുള്ള കൃഷ്ണതന്ത്രമായിട്ടാണ് ഭീമനും കൃഷ്ണനും തമ്മിലുള്ള അടുപ്പത്തെ MD കാണുന്നത്. ഭീമന്റെ കരുത്തിലാണ് മഹാഭാരത കഥയിലെ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഗതി. ഭീമന്റെ പേശീബലത്തിലാണ് യുധിഷ്ഠിരന്റെ രാജാധികാരവും അർജുനന്റെ ജീവനും നിലനിന്നത് എന്ന് മഹാഭാരതത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഭീമപുത്രനായ ഘടോൽക്കജൻ കൊല്ലപ്പെട്ടത് അർജുനനായി കർണൻ കരുതി വച്ചിരുന്ന വേല കൊണ്ടാണ് എന്നതും ഇവിടെ ഓർക്കണം. പരലോകത്തിലെ പുണ്യങ്ങളെപ്പറ്റി വലിയ പ്രതീക്ഷകളൊന്നുമില്ലാത്ത മനുഷ്യനായിരുന്നു ഭീമൻ. യുദ്ധത്തിൽ ഏറ്റവും വീരസാഹസികത പ്രദർശിപ്പിച്ചത് അർജുനനോ കർണനോ അല്ല, ഭീമൻ തന്നെ. നേർക്കുനേരെയുള്ള യുദ്ധത്തിൽ കൗരവരെ മുഴുവൻ കൊന്നത് ഭീമനാണ്. എന്നിട്ടും രാജ്യം ഭരിച്ചത് യുധിഷ്ഠിരനാണ്. രണ്ടാം ഊഴം എന്ന നോവൽ MDയുടെ മനസ്സിൽ വളർന്നു തുടങ്ങിയത് ആ ചിന്തയിൽ നിന്നാണ്. ഞാൻ ചോദിച്ചു, വാക്കുപാലിക്കാൻ 12 ഒന്നും 13 വർഷം അലഞ്ഞു നടക്കാൻ തന്നെയാണോ നിശ്ചയിച്ചിരിക്കുന്നത്? ചെറിയ നടുക്കത്തോടെ ജ്യേഷ്ഠൻ എന്നെ നോക്കി. പിന്നെന്തു ചെയ്യാൻ? നമുക്ക് ബന്ധുക്കളുണ്ട്, സൗഹൃദമുള്ള രാജാക്കന്മാർ പലരുണ്ട്. യുദ്ധം ചെയ്ത് കൗരവരെ നശിപ്പിക്കണം. എന്റെ ശബ്ദം കേട്ട് ദ്രൗപദിയും പുറത്തേക്ക് വന്നു. അവൾ രംഗമാകെ ഒന്ന് വീക്ഷിച്ച് നേർത്ത ചിരിയോടെ പറഞ്ഞു, അത്താഴം ഇന്നും കാട്ടുകിഴങ്ങ് തന്നെ. പൊൻകിണ്ണങ്ങളിൽ വിരുന്നുകാരെയും ഭിക്ഷുക്കളെയും ഊട്ടിക്കഴിഞ്ഞേ കഴിക്കാറുള്ളൂ മുമ്പൊക്കെ. കാലക്കേടെന്നല്ലാതെ എന്തു പറയാൻ? അതിലെ ഗൂഢമായ പരിഹാസം അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയി. 12 വർഷം കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ യുദ്ധമെന്ന് അനുജൻ പറയുന്നു. പക്ഷേ ക്ഷമിച്ചിരിക്കുക തന്നെ വേണമെന്നാണ് എന്റെ പക്ഷം. ദ്രൗപദിയുടെ വിനീത ഭാവം പെട്ടെന്നു മാറി. വീരാഗ്രണികളായ 5 ഭർത്താക്കന്മാർ, 1000 പേർക്ക് കിട നിൽക്കുന്ന ആങ്ങള, അക്ഷോഹിണിയുള്ള അച്ഛൻ. എന്നിട്ടും എന്റെ അവസ്ഥ കണ്ടില്ലേ? യുധിഷ്ഠിരൻ നെടുവീർപ്പെട്ടു. ധർമ്മം വിട്ടവർക്ക് അതിന്റെ ശിക്ഷാകാലം നൽകും. ഒക്കെ ദേവനിശ്ചയമെന്ന് കരുതി സമാധാനിച്ചിരിക്കൂ. എന്നെ സഭയിൽ വലിച്ചിഴച്ച് വസ്ത്രാക്ഷേപത്തിനൊരുങ്ങിയവർക്ക് സമൃദ്ധി, പാണ്ഡവ പത്നിക്ക് കാട്. ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും മനുഷ്യനാണെങ്കിലും ദേവനാണെങ്കിലും ഭീമന്റെ സമീപനം സഗുണപക്ഷപാതപരമാണ്. തെറ്റ് യുധിഷ്ഠിരന്റെ ഭാഗത്തു നിന്നായാലും ഭീമൻ എതിർക്കുന്നു. ശരി കർണന്റെ ഭാഗത്തായാലും അനുകൂലിക്കുന്നു. നിഷ്കളങ്കനായ, നിർബുദ്ധിയായ, അധ്വാനശീലനായ ഒരു തനി നാടൻ കർഷകന്റെ വിശുദ്ധിയെ ഈ വീരൻ ഓർമ്മിപ്പിക്കുന്നു. ദ്രൗപദിയെ വെൽക്കാൻ തയ്യാറായി വന്ന രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് ധൃഷ്ടദ്യുമ്നൻ കർണനെ കുലത്തിൽ താണവനെന്ന് പരിഹസിക്കുന്നത് ഭീമനെ വേദനിപ്പിക്കുന്നു. അർജുനനെ ആ സംഭവം ആശ്വസിപ്പിച്ചെങ്കിലും ഭീമസേനനെ അത് വ്യാകുലപ്പെടുത്തി. എനിക്ക് ശത്രുവിനോട് സഹതാപം തോന്നുന്നത് ഇത് 2ാമത്തെ സന്ദർഭമാണ്. അധിരഥന്റെ കൈകളിൽ തളർന്നു നിന്ന സമയത്തേക്കാൾ അയാളിപ്പോൾ പരവശനായിരിക്കുന്നു. ഭീമൻ ചിന്തിച്ചു. ഇവിടെയാണ് ഭീമസേനൻ ഇതര പാണ്ഡവരിൽ നിന്നും വ്യതിരിക്തനാവുന്നത്. അവഗണനയുടേതോ മറവിയുടേതോ ആയ മറയ്ക്കുള്ളിൽ തിരസ്കരിക്കപ്പെടുന്ന ഒരു ക്ഷത്രിയ വീരനെ, സ്നേഹിക്കുന്നതിന് വേണ്ടി മനസ്സും ശരീരവും ഹോമിക്കുന്ന ഒരു കരുത്തനായ മനുഷ്യനെ, ശത്രുക്കളെ കാട്ടാളവീര്യത്തോടെ തകർക്കുന്ന ഒരു പോരാളിയെ MD 2ാം ഊഴത്തിലൂടെ കണ്ടെടുക്കുകയായിരുന്നു. കഥകളിലും ഉപകഥകളിലും കൂടി വികസിക്കുന്ന മഹാഭാരതത്തിൻ്റെ ശൈലി തന്നെ MDയും സ്വീകരിക്കുന്നു. യാത്ര, കൊടുങ്കാറ്റിൻ്റെ മർമ്മരം, വനവീഥികൾ, അക്ഷഹൃദയം,
പഞ്ചവർണ്ണപ്പൂക്കൾ, വിരാടം, ജീർണവസ്ത്രങ്ങൾ, പൈതൃകം എന്നീ 8 അധ്യായങ്ങളിലൂടെയാണ് രണ്ടാം ഊഴം പൂർണ്ണമാകുന്നത്. കുരുക്ഷേത്ര യുദ്ധാനന്തരം പാണ്ഡവരും ദ്രൗപദിയും സ്വർഗം തേടിയുള്ള യാത്രയിൽ രണ്ടാം ഊഴം തുടങ്ങുന്നു. ഭീമന്റെ ബോധധാരയിലൂടെ കഥ വികസിക്കുന്നു. പാണ്ഡുവിയോഗത്തിനു ശേഷം കുന്തിദേവി ഹസ്തിനപുരത്തിലെത്തുന്നതും അവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബാല്യത്തിലെ തന്നെ ഭീമനെ നശിപ്പിക്കുവാൻ കൗരവർ പയറ്റുന്ന തന്ത്രങ്ങളും വിവരിച്ചുകൊണ്ട് ഭീമന്റെ പൂർവകഥാകഥനം ആരംഭിക്കുന്നു. ഹിഡിംബിയും ബലന്ധരയുമായുള്ള സ്നേഹബന്ധങ്ങൾ, ബഗവധം, കീചകവധം, പാഞ്ചാലി വസ്ത്രാക്ഷേപം, വിരാട രാജധാനിയിലെ താമസം, വിശോകന്റെ കഥകൾ, പാണ്ഡവരുടെ ജനനകഥ, കുരുക്ഷേത്ര യുദ്ധം എന്നീ സംഭവങ്ങളിലൂടെ കഥ വികസിക്കുന്നു. മഹാപ്രസ്ഥാനത്തോടെ കഥ പൂർത്തിയാവുന്നു. വ്യാസവിരചിതമായ മഹാഭാരതത്തിൽ നിന്ന് രണ്ടാമൂഴത്തിലെത്തിയ വഴി MD നോവലിൻ്റെ ഫലശ്രുതിയിൽ എഴുതിയതുകൂടി വായിക്കുമ്പോഴേ നോവൽ പൂർണ്ണമാകുന്നുള്ളൂ. യുധിഷ്ഠിരൻ പറഞ്ഞു. ശകുനി മന്ദഹസിച്ചു. ദുര്യോധനനെ നോക്കി. ദുര്യോധനൻ സദസ്യർ മുഴുവൻ കേൾക്കാൻ പറഞ്ഞു. ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. തോറ്റു എന്ന് സമ്മതിച്ചാൽ രാജൻ നമുക്ക് പിരിയാം. ശകുനി പറഞ്ഞു. കളി ഏതായാലും നിർത്താം. പണയം വെക്കാൻ ഇനി ഒന്നുമില്ലല്ലോ. യുധിഷ്ഠിരന്റെ ശബ്ദമുയർന്നു. എന്റെ സമ്പത്തിന് അവസാനമില്ല. അത്ഭുത പരാക്രമിയായ അർജുനൻ, എന്റെ അനുജൻ, അതാണ് നിങ്ങൾക്കിനി പണയം. അപ്പോൾ ഞാൻ ധൃതരാഷ്ട്രനെയാണ് നോക്കിയത്. സഞ്ജയനിൽ നിന്നും നേട്ടങ്ങളുടെ കണക്ക് അപ്പപ്പോൾ അറിയുന്ന അന്ധരാജാവിന്റെ കണ്ണുകളിലെ നിർജീവ ഗോളങ്ങൾ കൂടി ചിരിക്കുകയാണ്. അതും ശകുനി ജയിച്ചു. അപ്പോൾ കുറച്ചുറക്കെ വിതുരരുടെ ശബ്ദം കേട്ടു. രാജാവേ, ചൂതുകൊണ്ട് മുടിയാൻ പോകുകയാണ് ഈ കുരുവംശം. ശകുനിയുടെ കണ്ണുകൾ എന്റെ നേർക്ക് നീണ്ടു. അയാൾ പിന്നെ യുധിഷ്ഠിരനോട് പറഞ്ഞു. അവശേഷിച്ച ഒരു അനുജൻ കൂടിയുണ്ടല്ലോ, മഹാബലൻ, ഭീമൻ. ശരി എന്ന് ജ്യേഷ്ഠൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടില്ല. പക്ഷേ കളി തുടങ്ങിക്കഴിഞ്ഞു. അക്ഷഹൃദയം അറിയുന്ന ശകുനി അതും ജയിച്ചു. ചോദിച്ചു, ഞങ്ങൾ ജയിച്ചു, ഇനി വല്ലതുമുണ്ടോ? യുധിഷ്ഠിരൻ അസ്വസ്ഥനായി വിളറിയ മുഖത്തോട് ചുറ്റും നോക്കി. സഭാവാസികളുടെ മധ്യത്തിൽ പരിഹാസ്യനായാണ് താൻ നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിനറിയാം. പക്ഷേ രോഷം കൊണ്ട് എല്ലാം മറന്നിരിക്കുന്നു. അടുത്തത് ഞാൻ തന്നെ. ഇതിൽ ജയിച്ചാൽ എല്ലാം ഞാൻ തിരിച്ചെടുക്കുന്നു. തോറ്റാൽ ഞാൻ നിങ്ങളുടെ അടിമ. അതും തോറ്റു. കത്തിയടങ്ങിയ പന്തലിന്റെ തൂമ്പിലെ ചാരം പോലെ അദ്ദേഹം പര്യങ്കത്തിൽ തളർന്നു വീണു. സദസ്സിന്റെ നിശബ്ദത ആക്രോശങ്ങളെക്കാൾ പേടിപ്പെടുത്തുന്നതായിരുന്നു. യാത്രയോടെയാണ് രണ്ടാം ഊഴം ആരംഭിക്കുന്നത്. ദ്വാരകയെ കടപുഴക്കിയ മഹാപ്രളയത്തിൻ്റെ ദുരന്തഭീതിയിൽ ഇടറാൻ തുടങ്ങിയ മനസ്സിനെ ശാസിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ ആശ്വസിപ്പിച്ചു. ഓർമ്മിക്കുക, ആരംഭത്തിനെല്ലാം അവസാനമുണ്ട്. യുദ്ധം ക്ഷത്രിയൻ്റെ ധർമ്മമാണെന്നും വിജയത്തിൻ്റെ മറുപുറത്ത് മരണമുണ്ടെന്നും ഈ ജ്യേഷ്ഠപാണ്ഡവൻ സ്വയം ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു. ഭൂതകാലത്തെയും തിരിഞ്ഞുനോട്ടത്തെയും ഉപേക്ഷിച്ചുകൊണ്ടുള്ള മഹാപ്രസ്ഥാന വേളയിൽ ഭീമൻ അനുസരണയില്ലാത്ത കുട്ടിയായി. ദ്രൗപദി വീണുപോയിട്ടും ആരും കാത്തുനിന്നില്ല. പിന്നിട്ട വഴികളെക്കുറിച്ച് ചിന്തിക്കാതെ യുധിഷ്ഠിരൻ നടന്നു നീങ്ങുകയാണ് ചെയ്തത്. ഒപ്പം ഭീമനൊഴികെയുള്ള പാണ്ഡവരും. ഭീമൻ മഹാപ്രസ്ഥാനത്തിൻ്റെ നിയമം മറന്നു. യാഥാസ്ഥിതിക നീതികളെ അനുസരിക്കാത്ത ഒരു ഭീമനെയാണ് താൻ സൃഷ്ടിക്കുന്നതെന്ന തിരിച്ചറിവോടെയാണ് യാത്രയെന്ന ആദ്യ അധ്യായത്തിൽ ഭീമനെ MD രേഖപ്പെടുത്തിയത്. സ്നേഹവും കാരുണ്യവും ത്യാഗവും ഭീമൻ്റെ സ്വത്വഘടകങ്ങളാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം അയാൾ വേണ്ടെന്ന് വയ്ക്കുന്നു. അർജുനൻ തന്നെ തേടിയെത്തുമെന്ന് കരുതിയ ദ്രൗപദി കാണുന്നത് ഭീമനെയാണ്. ഒരു നിമിഷം അവൾ നിരാശയായി. ഇവിടെ ഞാനുണ്ട് എന്ന ഭീമവചനം അവൾ ആർദ്രതയോടെ ഏറ്റുവാങ്ങി. ഏത് പ്രതിസന്ധിയിലും ഒരു താങ്ങായി ദ്രൗപദിക്ക് ഭീമനുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആലോചിക്കുകയായിരുന്നു.
അവസാനം ഒരു തീരുമാനത്തിലെത്തി. അദ്ദേഹം നിർത്തി. പിന്നെയും ചിന്തയിൽ മുഴുകി. വിധവ പെണ്ണിന്റെ സ്ത്രീധനം പോലെയാണ് എനിക്ക് കിട്ടിയ ഈ രാജ്യം. മക്കളില്ല, ബന്ധുക്കളില്ല, എവിടെ നോക്കിയാലും കണ്ണീരുണങ്ങാത്ത വിധവകൾ. ഭരിക്കാൻ എനിക്ക് വയ്യ, എനിക്കാവില്ല. ഞങ്ങളെല്ലാം നിശബ്ദരായി നിന്നു. ചോരയുടെ ഗന്ധം വിട്ടുപോകുന്നില്ല. കങ്കാളങ്ങളെ സ്വപ്നം കണ്ട് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. ഇനിയുള്ള കാലം വനത്തിൽ പോയി സന്യസിക്കാൻ ഞാൻ ഉറച്ചു കഴിഞ്ഞു. ഹസ്തിനപുരം എനിക്ക് വേണ്ട. കുറെ സമയം വെൺകൽത്തറയിൽ നോക്കിയിരുന്ന് അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് അദ്ദേഹം സഹദേവന്റെ നേരെ മിഴികൾ ഉയർത്തി. സഹദേവൻ പറഞ്ഞു, ജ്യേഷ്ഠൻ ഭരിക്കണം. ജ്യേഷ്ഠൻ രാജാവാകുന്നത് കാണാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത്. കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്തത്. നകുലൻ ഒന്നും പറഞ്ഞില്ല. തീരുമാനം ശരിയല്ല എന്ന ഭാവം കാട്ടി നിന്നു. അർജുനൻ അന്തരീക്ഷത്തിന് ലാഘവമുണ്ടാക്കാൻ ശ്രമിച്ചു. ക്ഷത്രിയന് യുദ്ധം കഴിയുമ്പോഴൊക്കെ വിരക്തി തോന്നും. പണ്ടും ഉണ്ടായിട്ടുണ്ട്. പ്രജകളോട് നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ? കാലക്കേടിനെ പറ്റി പറഞ്ഞ് പലതും പുറത്തതാണല്ലോ ജ്യേഷ്ഠൻ. യുധിഷ്ഠിരൻ ഭാവവ്യത്യാസമില്ലാതെ ഇരുന്നു. അർജുനൻ തുടർന്നു, ഏതായാലും ദ്വാരകയിൽ പോയ കൃഷ്ണൻ തിരിച്ചു വരട്ടെ. അദ്ദേഹത്തോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട് മതി തീരുമാനം. തീരുമാനിച്ച് കഴിഞ്ഞതാണ് ഞാൻ. വെറും വാക്കുകൾ ഞാൻ പറയാറില്ല. പിന്നീട് എന്റെ നേരെ നോക്കി. ഭീമസേനൻ രാജ്യം ഭരിക്കട്ടെ. ഞാൻ വീർപ്പടക്കി. ഈ ഭീമന്റെ കൈകൾ കൊണ്ടാണ് കൗരവർ മരിച്ചത്. ക്ഷത്രിയ നിയമമനുസരിച്ച് യുദ്ധം ജയിച്ചവനുള്ളതാണ് സിംഹാസനം. ഭരിക്കാൻ സർവദാ അർഹനാണ് ഭീമസേനൻ. രണ്ടാമൂഴത്തിൽ ഉടനീളം ഭീമൻ മറ്റുള്ളവർക്ക് നൽകുന്ന സുരക്ഷിതത്വ ബോധത്തെയും ശാരീരികവും മാനസികവുമായ പിൻബലത്തെയും MD പ്രാധാന്യം കൊടുത്ത് ചിത്രീകരിക്കുന്നുണ്ട്. അരക്കില്ലത്തിൽ നിന്ന് പുറത്തു കടന്നത് ഭീമന്റെ ചങ്കുറപ്പിലും ബലത്തിലുമാണെന്ന് വ്യക്തമാക്കുവാൻ വേണ്ടി MD എഴുതുന്നു. സഹദേവനെ ഞാൻ കഴുത്തിലിരുത്തി മുകളിലെത്തിച്ചു. പിന്നെ കൂടുതൽ ധൈര്യത്തോടെ അമ്മയെ ചുമന്നു കയറി. കയറാൻ വയ്യ എന്ന വാശി പിടിച്ച് മറ്റു വഴി അന്വേഷിക്കാൻ തുടങ്ങിയ ജ്യേഷ്ഠനെയും ചുമലിലടിക്കേണ്ടി വന്നു. ഭീമന്റെ സാന്നിധ്യം പാണ്ഡവ സുരക്ഷയ്ക്ക് അത്യാവശ്യമെന്ന ബോധം കുന്തി ഉൾപ്പെടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഭീമനും അത് നന്നായി അറിയാം. ഞാൻ കാവിലുള്ളപ്പോൾ എല്ലാവർക്കും സുഖമായി ഉറങ്ങാം എന്ന് ഭീമൻ പറയുന്നത് അതുകൊണ്ടാണ്. ബഗന് ഭക്ഷണം കൊടുക്കാൻ ഭീമസേനനെ അയക്കാമെന്ന് കുന്തി പറയുമ്പോൾ യുധിഷ്ഠിരൻ രോഷം കൊണ്ട് പറയുന്നു, അമ്മ എന്ത് വിഡ്ഢിത്തമാണ് പറഞ്ഞത്? ഈ ഭീമസേനന്റെ കൈക്കരുത്തിൽ തലചായ്ച്ചാണ് നമ്മളെല്ലാം ഉറങ്ങുന്നത്. അമ്മയ്ക്കറിയില്ലേ? ഈ തിരിച്ചറിവ് എല്ലാ പാണ്ഡവർക്കുമുണ്ട്. ഭീമനും ആ ഉത്തരവാദിത്വം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. അത് അയാൾക്ക് സന്തോഷവും നിർവൃതിയും നൽകുന്നുമുണ്ട്. വൃഗോദരൻ തൻ്റെ മക്കളെയെല്ലാം കൊല്ലും എന്ന് വിലപിച്ച് രാവെല്ലാം ഉണർന്നിരിക്കുന്ന ധൃതരാഷ്ട്രരാണ് ഏറ്റവും ശരിയായി ഭീമനെ മനസ്സിലാക്കിയ ഒരേ ഒരാൾ എന്ന് MD ധ്വനിപ്പിക്കുന്നു. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെയും കേസരി മോഹൻ ഗാംഗുലിയുടെയും മഹാഭാരത വിവർത്തനമാണ് രണ്ടാമൂഴത്തിൻ്റെ രചനയിൽ MD ആധികാരിക മാതൃകയാക്കിയത്. അദ്ദേഹം ഈ നോവലിൻ്റെ രചനയ്ക്ക് വേണ്ടി വളരെയധികം ഗൃഹപാഠം ചെയ്തിരുന്നു. ഫലശ്രുതിയിൽ MD എഴുതി, മഹാഭാരത കാലഘട്ടം നോവലിൻ്റെ പശ്ചാത്തലമാവുമ്പോൾ എഴുത്തുകാരനെ കുഴയ്ക്കുന്ന സംശയങ്ങൾ പലതുമുണ്ട്. അന്നത്തെ ഭൂപ്രകൃതി, കൊടുമുടികൾ, ജീവിത രീതികൾ, ഗൃഹനിർമ്മാണകല, വസ്ത്രധാരണം, ആഭരണങ്ങൾ, ഭക്ഷണരീതികൾ, ഗൃഹോപയോഗ വസ്തുക്കൾ തുടങ്ങിയ പലതും അറിയണം. യുവതലമുറകളെപ്പറ്റിയും ആയുധങ്ങളെപ്പറ്റിയും അറിയണം. സംസ്കൃത പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങളുടെ ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ സഹായത്തിനെത്തി. നോവൽ എഴുതുന്നതിന് മുമ്പുള്ള ഈ തയ്യാറെടുപ്പ് നോവലിൻ്റെ രൂപത്തെ സമഗ്രമാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഇതിഹാസ അന്തരീക്ഷം നോവലിൽ നിലനിർത്താനും സാധിച്ചു. ഭീമൻ്റെ വ്യക്തിത്വത്തെ മിഴിവുറ്റതാക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് മറ്റ് കഥാപാത്രങ്ങളെങ്കിലും അതിനിടയിൽ ദ്രൗപദിയും കുന്തിയും അസാധാരണ മിഴിവോടെ പലപ്പോഴും രംഗം കീഴടക്കുന്നു. ഏതാനും വാചകങ്ങളിലൂടെ മാത്രം MD സൂചിപ്പിക്കുന്ന അപ്രധാനമെന്ന് കരുതുന്ന കഥാപാത്രങ്ങൾ പോലും രണ്ടാമൂഴത്തിൽ വ്യക്തിത്വമാർന്നു നിൽക്കുന്നത് കാണാം. ഇതിഹാസത്തിലോ പുനരാഖ്യാനങ്ങളിലോ വലിയ പ്രാധാന്യം കിട്ടാതിരുന്ന സൂതരെ MD രണ്ടാമൂഴത്തിൽ ശ്രദ്ധേയ വേദികളിലെത്തിച്ചു.
തേരുതെളിക്കുന്ന സൂതനേക്കാൾ കഥ പറയുന്ന സൂതന് അംഗീകാരം കിട്ടിയിരുന്ന മഹാഭാരത കഥാഘടന തന്നെ സൂതകഥകളിലൂടെയാണെന്ന ബോധ്യം ഈ എഴുത്തുകാരനുണ്ടായിരുന്നു. വിശോകനും ബലന്ധരയ്ക്കും ഹിഡിംബിക്കും വ്യാസഭാരതത്തിൽ കിട്ടാത്ത പ്രാധാന്യം രണ്ടാം എഴുത്തിൽ കിട്ടിയിട്ടുണ്ട്. കീചകൻ കരുത്തനാണ്, ഹിഡിംബനേക്കാൾ ജഡനേക്കാൾ ശക്തൻ. പക്ഷേ ജരാസന്ധന്റെ മുമ്പിൽ ഇവൻ ആരുമല്ല. അതാണ് എനിക്ക് ധൈര്യം വളർത്തുന്നത്. മുടിവിട്ട് വായും മൂക്കും കൂട്ടിപ്പിടിച്ചപ്പോൾ കഴുത്തിൽ മാംസത്തിൽ കോർത്ത പല്ലുകൾ ഒഴിഞ്ഞു. അരക്കെട്ടിലാണ് ഞാൻ പിന്നെ പിടിച്ചത്. അവൻ കണങ്കാലിൽ ഊക്കോടെ ചവിട്ടി. ഞാൻ പിടിവിട്ടില്ല. പ്രതീക്ഷിക്കാത്തതായിരുന്നു ശിരസ്സുകൊണ്ട് നെഞ്ചത്തുള്ള ആഘാതം. ഞാൻ ഇരുന്നുപോയി. കീചകൻ കിതയ്ക്കുകയും പിറുപിറുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വീണ് കണ്ടപ്പോൾ ഒരു ആഹ്ലാദസ്വരത്തോടെ എടുത്ത് പൊക്കിയടിക്കാൻ വേണ്ടി കുനിഞ്ഞു. അതുതന്നെയാണ് ഞാനും നോക്കിയിരുന്നത്. കഴുത്തിൽ പിടിച്ചു ഞാൻ പിന്നിലേക്ക് മറിച്ചിട്ടു. നെഞ്ചത്ത് ചാടിയിരുന്ന് കഴുത്തു രക്ഷിക്കാൻ ശ്രമിക്കുന്ന അവന്റെ കൈകൾ സർവശക്തിയും ഉപയോഗിച്ച് മാറ്റുമ്പോൾ അവൻ ചോദിച്ചു, ആരാണ് ആരാണ്? ഞാൻ സേനാപതി കീചകനാണ്. ഞാൻ മുരണ്ടു. ഞാൻ ഗന്ധർവൻ, സൈരേന്ദ്രിയുടെ ഭർത്താവ് ഗന്ധർവൻ. ഒരു നിമിഷം ദാസിയുടെ വഞ്ചനയെപ്പറ്റി കീചകൻ ഓർത്തിരിക്കണം. ആ നിമിഷത്തിൽ കൈകളിൽ ഒരു തളർച്ച. കഴുത്തിലേക്ക് എന്റെ കൈകൾ ഇറങ്ങി. നെഞ്ചിലും വാരിയലിലും അവന്റെ ഇടികൾ ദുർബലങ്ങളായി. വിജൃംഭിച്ച പേശികൾ അയഞ്ഞപ്പോൾ എന്റെ കൈകൾ കഴുത്തിൽ കുറെ കൂടി താണു. ശ്വാസനാളം ഞെരിഞ്ഞു തകർന്നപ്പോൾ കാട്ടുപക്ഷിയുടെ കരച്ചിൽ പോലെ ഒരു നനുത്ത ശബ്ദം മാത്രം പുറത്തുവന്നു. ഞാൻ എഴുന്നേറ്റു. കിതയ്ക്കുന്നുണ്ട്, പക്ഷേ ഞാൻ തളർന്നിട്ടില്ല. മൃദുവായ പദവിന്യാസം, പരിചയമുള്ള പാദസരക്കിലുക്കം, ഗന്ധം. ദ്രൗപദി. ലക്ഷ്യത്തിലെത്താൻ എല്ലാ തന്ത്രങ്ങളും പയറ്റുന്ന, നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ദ്രൗപദി സ്ത്രീശക്തിയുടെ ഏറ്റവും വലിയ പ്രതീകമാണ്. കുന്തിയും ദ്രൗപദിയും കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സവിശേഷ പങ്കുവഹിക്കുന്നു. ദ്രൗപദിയുടെ പ്രക്ഷോഭവാസനയുള്ള അമർഷം പുകയുന്ന മനസ്സ് കണ്ടെത്തിയത് ഭീമൻ മാത്രമാണ്. സ്വയംവര മണ്ഡപത്തിലെ ബഹളങ്ങൾക്കിടയിൽ ഭയന്നുപോയി കാണുമെന്ന് കരുതിയ ദ്രൗപദിയുടെ നിൽപ്പിലെ സ്ഥൈര്യം ഭീമനെ അമ്പരപ്പിച്ചു. കലാപം കത്തിപ്പടർന്നത് ആസ്വദിച്ചു മതിയായില്ലെന്ന് തോന്നും ആ മറപിടിച്ച മന്ദഹാസം കണ്ടാൽ എന്ന കണ്ടെത്തൽ ദ്രൗപദിയെ കൃത്യമായി മനസ്സിലാക്കിയതിന് തെളിവാണ്. യുധിഷ്ഠിരനോ അർജുനനോ ഇല്ലാത്ത ഒരു നിരീക്ഷണ പാഠവശേഷി ഭീമന് രണ്ടാമൂഴകാരൻ നൽകുന്നു. ഭീമന്റെ ശക്തിപ്രകടനങ്ങളായ യുദ്ധവർണ്ണനകൾ എത്ര കേട്ടിട്ടും ദ്രൗപദിക്ക് മതിവരുന്നില്ല. ജരാസന്ധ കീചകവധങ്ങൾ അവൾ ശരിക്കും ആസ്വദിച്ചു. യുധിഷ്ഠിരൻ്റെയും അർജുനൻ്റെയും മുമ്പിൽ അമർഷവും പ്രതികാരാഗ്നിയും നിറഞ്ഞ വാക്കുകൾ പറയുമ്പോൾ അതിൻ്റെ ഗുരുത്വ സാധ്യത പോലും ദ്രൗപദി പരിഗണിക്കുന്നില്ല. വീരാഗ്രണികളായ 5 ഭർത്താക്കന്മാരുണ്ടായിട്ടും 1000 പേർക്ക് കിടനിൽക്കുന്ന ആങ്ങളെ ഉണ്ടായിട്ടും തൻ്റെ ഗതിയോർത്ത് അവൾ സങ്കടപ്പെടുന്നു. അവൾ ധർമാധർമ്മങ്ങളുടെ കെട്ടഴിച്ച യുധിഷ്ഠിരൻ്റെ മുമ്പിൽ പൊട്ടിത്തെറിച്ചു. ധർമ്മവും സത്യവും എനിക്ക് വിടാൻ വയ്യ. ഞാൻ യുധിഷ്ഠിരനാണ്, ധർമ്മപുത്രൻ തന്നെയാണ്. അതിനു വിരുദ്ധമായി നടക്കാൻ എനിക്കാവില്ല. എന്തു ദുരിതം സഹിച്ചാലും. അർജുനൻ പറഞ്ഞു. ഒരു കൽപ്പന, ഒരു വാക്കുമതി. തീയും കാറ്റും ചേർന്ന് കാടിരിക്കുന്നതുപോലെ ഞാനും ജ്യേഷ്ഠൻ ഭീമസേനനും കൂടി കൗരവരെ ഭസ്മമാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ദ്രൗപദി ഇടപെട്ടു. 13 കൊല്ലവും ക്ഷമിച്ചിരിക്കണമെന്നാണ് ഇവിടെ രാജാവിന്റെ ഇളകാത്ത നിശ്ചയം. നകുല സഹദേവന്മാർ വന്നു. ധർമ്മം, നീതി, നിയമം, തർക്കം പിന്നെയും തുടർന്നപ്പോൾ സഹദേവൻ സഹികെട്ടു പറഞ്ഞു, ചൂതാട്ടത്തിൽ എത്രത്തോളം ധർമ്മമാവാം? പറഞ്ഞു കേട്ടാൽ ഉപകാരം. കാട്ടിലെ സായാഹ്നങ്ങൾ ജ്ഞാനം വർദ്ധിപ്പിക്കാൻ ഉപകരിക്കട്ടെ. അവജ്ഞയുടെ വാൾമുന ഇത്ര നിഷിദ്ധമായി പരസ്യമായി ഉയർത്തേണ്ടിയിരുന്നില്ല സഹദേവൻ. യുധിഷ്ഠിരൻ ആകെ ശോഭിച്ചു. എന്റെ കൈ പൊള്ളിക്കാൻ തീ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നിനക്ക് അനുസരിക്കാമായിരുന്നില്ലേ? ഞാൻ തിരുത്തി. കേട്ടത് തെറ്റായതാണ്. സ്വയം പൊള്ളിക്കാനാണ് ഞാൻ തുനിഞ്ഞത്.
എന്റെ അനുവാദം ചോദിക്കാതെ തന്നെ നിങ്ങൾക്കപ്പോൾ ആക്രമിച്ച് കൗരവരെ നശിപ്പിക്കാമായിരുന്നില്ലേ? ഞാൻ തടയില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരും കൂടി തിരിയുന്നത് എന്റെ നേർക്കാണ്. ക്ഷോഭം കൊണ്ട് യുധിഷ്ഠിരന് വാക്കുകൾ കിട്ടിയില്ല. പിന്നെ വീണ്ടും ചൂതിന് വിളിച്ചപ്പോൾ ശകുനിയുടെ കള്ളച്ചൂതാണെന്ന് അറിഞ്ഞിട്ടും തിരിച്ചുപോയതോ? നകുലൻ ചോദ്യത്തിന് മറുപടിയില്ല. അർജുനൻ പറഞ്ഞു, വേഷത്തെരുവിലെ ചൂതാട്ടുകാരെപ്പറ്റി അന്ന് ജ്യേഷ്ഠൻ പറഞ്ഞു. ചൂതാട്ടക്കാരുടെ മനസ്സ് എനിക്ക് ഊഹിക്കാം. നഷ്ടപ്പെടേണ്ടതൊക്കെ ഒരു നിമിഷം കൊണ്ട് തിരിച്ചു കിട്ടുമെന്ന് കരുതിയാണ് നകുല തോറ്റവർ വീണ്ടും വരുന്നത്. വേഷത്തെരുവിലായാലും കൊട്ടാരത്തിലായാലും ചൂതാട്ടക്കാരന്റെ ചിന്താഗതി ഒന്നുതന്നെ. അർജുനന്റെ അസാന്നിധ്യത്തിൽ താൻ അരക്ഷിതയാണെന്ന് ഭീമനോട് പറയാൻ അവൾ മടിക്കുന്നില്ല. വില്ല് തലയ്ക്ക് വെച്ച് അർജുനൻ ഉറങ്ങുന്നുണ്ടാവും എന്ന് കരുതിയാണ് താൻ സമാധാനിക്കാറ് എന്ന് പറയുന്ന ദ്രൗപദിക്ക് നിർമ്മമ സ്വരത്തിലാണെങ്കിലും ഭീമൻ ശക്തമായ മറുപടി കൊടുക്കുന്നു. ഞാൻ ഉറങ്ങാറേയില്ല എന്നാണ് അയാൾ പറഞ്ഞത്. ദ്വിതസഭയിലെ പ്രതിജ്ഞയ്ക്ക് ശേഷം ഞാൻ ഒരു രാത്രിയും മനസ്സ് വിട്ടുറങ്ങിയിട്ടില്ല. കാവലിന് ഞാനുണ്ട്, സമാധാനമായി ഉറങ്ങാം. അർജുനൻ ഉറങ്ങുമ്പോഴും താൻ ഉറങ്ങാറില്ല എന്നാണ് ഭീമൻ ധ്വനിപ്പിച്ചത്. ദ്രൗപദിയുടെ അവഗണന ഭീമനും മനസ്സിലാക്കിയിരുന്നു. അവഗണനയല്ല, അത് അജ്ഞതയായിരുന്നു എന്ന് ഭീമൻ കരുതി. ഉപേക്ഷിക്കപ്പെട്ട സൗഗന്ധിക പൂക്കളുടെ പിന്നിലെ സ്നേഹവും പ്രയത്നവും അവൾ തിരിച്ചറിഞ്ഞില്ല എന്ന സങ്കടം ഭീമനുണ്ടായിരുന്നു. ദ്രൗപദിയോടുള്ള സ്നേഹത്തിന് ഭീമൻ ഉപാധികളൊന്നും വെച്ചില്ല. ആ സ്നേഹത്തിൻ്റെ വില അവൾ മനസ്സിലാക്കിയത് മഹാപ്രസ്ഥാന വേളയിലാണ്. അപൂർവമായി മാത്രമാണ് ഭീമൻ്റെ പ്രതിഷേധം പുറത്തു വരുന്നത്. അർജുനനെ സ്വപ്നം കാണുന്ന അവളുടെ തണുത്ത ശരീരം വേണ്ട എന്നൊരിക്കൽ ഭീമൻ തീരുമാനിച്ചത് ഈ അവർഷം കൊണ്ടാണ്. എന്നിട്ടും അയാൾ ദ്രൗപദിയുടെ ഏറ്റവും വലിയ വക്താവാണ്. സന്ധിസംഭാഷണത്തിൻ്റെ ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യുധിഷ്ഠിരനോട് കയർക്കുന്നു. രാജചർച്ചകളിൽ ഇടപെടുന്നു. പാണ്ഡവരുടെയും കൃഷ്ണൻ്റെയും മുമ്പിൽ കലാപകലുഷിതമായ മനസ്സോടെ എതിർവാക്കുകൾ പറയുവാൻ ദ്രൗപദിക്ക് മാനസിക ബലം നൽകിയത് ഭീമൻ്റെ പിന്തുണയാണെന്ന് വ്യക്തം. യുദ്ധം വേണമെന്ന് വാദിച്ച തൻ്റെ ഒപ്പം നിന്ന ഭീമനെ കൂടി അവൾ പരിഹസിക്കുന്നു. ദുശാസനം വലിച്ചിഴച്ചപ്പോൾ അഴിഞ്ഞ ഈ മുടി ഞാൻ പിന്നെ കെട്ടിയിട്ടില്ല. ഉള്ളിൽ കത്തുന്ന തീ കണ്ണീരിൽ കെടാതെയാണ് ഞാൻ ഈ 13 കൊല്ലം കാത്തു സൂക്ഷിച്ചത്. ഇപ്പോൾ കൗരവരെ മുഴുവൻ ഒറ്റയ്ക്ക് കൊല്ലുമെന്ന് ആണയിട്ട താങ്കൾ കൂടി ധർമ്മജ്ഞനായി മാറി എന്ന പൊട്ടിത്തെറിക്കൽ ഭീമനുള്ള മുന്നറിയിപ്പായിരുന്നു. വ്യാസഭാരതത്തെ ഉപജീവിച്ച് കഥകൾ, നോവലുകൾ, പഠനങ്ങൾ, കവിതകൾ, നാടകങ്ങൾ തുടങ്ങിയവ എല്ലാ ഭാരതീയ ഭാഷകളിലും ധാരാളം വന്നിട്ടുണ്ട്. മലയാളത്തിൽ വന്നിട്ടുള്ള നോവലുകളിൽ ഏറ്റവും പ്രധാനം രണ്ടാമൂഴവും ഇനി ഞാൻ ഉറങ്ങട്ടെയും ആണ്. മനുഷ്യനായ ഭീമനെയാണ് രണ്ടാമൂഴത്തിൽ MD മാതൃകയാക്കുന്നത്. സങ്കടവും സന്തോഷവും സ്നേഹവും വെറുപ്പും പകയും അസ്വസ്ഥതയും ഒക്കെയുള്ള ഒരു മനുഷ്യനാണ് ഭീമൻ. വീരയോദ്ധാവും നല്ല കാമുകനും സ്നേഹമുള്ള ഭർത്താവും നൈതിക ബോധമുള്ള സഹോദരനും ഒക്കെയായ മനുഷ്യൻ. കൃഷ്ണൻ ഉൾപ്പെടെയുള്ള എല്ലാ കഥാപാത്രങ്ങളെയും മാനുഷിക തലത്തിൽ നിന്നുകൊണ്ടാണ് എഴുത്തുകാരൻ സമീപിക്കുന്നത്. യുധിഷ്ഠിരനോട് പോലും വിയോജിപ്പ് പ്രകടിപ്പിക്കുവാൻ ഭീമന് കഴിയുന്നത് സഹജമായ നീതിബോധം കൊണ്ടാണ്. ദ്രൗപദി എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന കുന്തിവചനം ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കിയത് ഭീമസേനനാണ്. അർജുനന്റെ വീരത്വം കൊണ്ട് നേടിയ ദ്രൗപദിയെ പങ്കുവെക്കുന്നത് രണ്ടുപേരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് മതി എന്ന് ഭീമൻ പ്രഖ്യാപിച്ചു. സ്ത്രീകളുടെ ഹിതാഹിതങ്ങൾ നോക്കുന്ന പതിവ് കുരുവംശത്തിൽ ഇല്ലല്ലോ എന്ന പരോക്ഷ ഹാസ്യപ്രയോഗവും നടത്തി. പാണ്ഡവരിലെ സ്ത്രീപക്ഷ ചിന്തകരാണ് ഭീമൻ. പുരുഷകേന്ദ്രിത നിലപാടുകൾക്കെതിരെയുള്ള ഭീമന്റെ പ്രതികരണങ്ങളാണ് അയാളെ ഒരു സ്ത്രീ വിധേയനെന്ന് ചിലരെങ്കിലും വിളിക്കാൻ ഇടയാക്കിയത്. സ്ത്രീയുടെയും പുരുഷൻ്റെയും സ്വത്വം അംഗീകരിക്കുന്ന ഭീമനെയാണ് രണ്ടാമൂഴത്തിൽ രേഖപ്പെടുത്തുന്നത്. ബഗനെ എതിർക്കാൻ കെൽപ്പുള്ള ഗ്രാമീണരില്ല. സങ്കടമറിയിക്കേണ്ട രാജാവിന് വേണ്ടി തന്നെയാണ് ബഗൻ നാടുചുറ്റി ആളുകളെ പിടിക്കുന്നത്. ബഹളം കേട്ടപ്പോൾ അമ്മ പറഞ്ഞു, ഒരാളെ അയച്ചാൽ മതിയെങ്കിൽ മഹാശക്തനായ ഒരു മകനുണ്ട് എനിക്ക്, അവൻ പോകും. ഞാൻ വാക്കു കൊടുത്തുപോയി എന്ന് അമ്മ ഞങ്ങൾ എല്ലാവരോടുമായി പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയില്ല. ശക്തി എനിക്ക് അനുഗ്രഹമാണ്, ചിലപ്പോൾ എൻ്റെ ശാപവും അതുതന്നെ.
സങ്കടം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞുപോയി. യുധിഷ്ഠിരൻ രോഷം കൊണ്ട് പുകഞ്ഞു. അമ്മ എന്ത് വിഡ്ഢിത്തമാണ് പറഞ്ഞത്? ഈ ഭീമസേനന്റെ കൈക്കരുത്തിൽ തലചായ്ച്ചാണ് നമ്മളെല്ലാം ഉറങ്ങുന്നത്. അമ്മയ്ക്കറിയില്ലേ? ആരാണ് പോകേണ്ടതെന്നതിനെപ്പറ്റി ബ്രാഹ്മണനും ഭാര്യയും തമ്മിൽ തർക്കം നടന്നു. അമ്മ അത് കേൾക്കുകയായിരുന്നു. മകൻ താൻ തന്നെ പോകാമെന്ന് ഏറ്റു. അപ്പോൾ ചെറിയ ആൺകുട്ടി ഒരു പുൽക്കൊടിയെടുത്ത് ബഗനെ ഞാനിതുകൊണ്ട് കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ മനസ്സലിഞ്ഞു. ആ സമയത്താണ് അമ്മ പറഞ്ഞത്, എന്റെ മകനെ അയക്കാം. സഹദേവൻ സംശയം ചോദിച്ചു, അതിന് നമ്മൾ ക്ഷത്രിയരല്ലേ? ബ്രാഹ്മണ പ്രജകളെയല്ലേ വേത്രകീയൻ ആവശ്യം? ബാലിശമായ ചോദ്യം ആരും കേട്ടില്ലെന്ന് നടിച്ചു. യുധിഷ്ഠിരൻ വളരെ അസ്വസ്ഥനായിരുന്നു. ഈ ഭീമസേനനെ നഷ്ടപ്പെട്ടാൽ? എന്നിട്ട് അദ്ദേഹം എന്നെ നോക്കി ദുഃഖത്തോടെ. കിരീടാവകാശം സ്ഥാപിക്കാനുള്ള മാർഗങ്ങൾ മനസ്സിൽ രൂപമെടുത്തപ്പോഴൊക്കെ ഇവന്റെ മഹാബലമാണ് ഞാൻ ആദ്യം കാണുന്ന ആശ്വാസം. അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠൻ തോൽക്കില്ല. ഏകചക്രക്കാർ ബഗനിൽ നിന്ന് രക്ഷപ്പെടട്ടെ, തോൽക്കില്ല. ശരിയാണെന്ന മട്ടിൽ ജ്യേഷ്ഠൻ തലയാട്ടി. പിന്നെ ഇത്രയും കൂട്ടിച്ചേർത്തു, ബ്രാഹ്മണ അനുഗ്രഹവും നമുക്കുണ്ടാവും. എന്റെ കയ്യൂക്കിന്റെ തണലിലാണ് ഈ 4 പേരും കഴിയുന്നതെന്ന് സത്യം ജ്യേഷ്ഠൻ പറഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തെ മനസ്സാ നമിച്ചു. മഹാഭാരത കഥയിൽ മാനസികമായെങ്കിലും ഭീമൻ അടിതെറ്റി വീണത് കുന്തിയുടെ മുമ്പിൽ മാത്രമാണ്. ബീജം ഏറ്റുവാങ്ങുന്ന ഗർഭപാത്രങ്ങൾ, വിത്ത് വിതയ്ക്കാൻ മാത്രമായ വയലുകൾ, പിന്നെ എന്തെല്ലാം. നിങ്ങൾ ഈ സ്ത്രീയെ കണ്ടില്ല, എൻ്റെ അമ്മയെ. സഹനങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, ജീവിതത്തിൻ്റെ കൊടും വേനലിലൂടെ സ്ഫുടം ചെയ്തു വന്ന കുന്തിയെ സ്നേഹബഹുമാനങ്ങളോടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച ഭീമൻ്റെ വാക്കുകൾ നമ്മുടെ മനസ്സിനെ ആർദ്രമാക്കുന്നു. യുദ്ധത്തിലേക്ക് യുധിഷ്ഠിരൻ്റെ മനസ്സിനെ തള്ളിവിട്ടത് കുന്തിയാണ്. കുന്തിയുടെ തീരുമാനങ്ങൾ കുറ്റമറ്റതായിരുന്നു. നിലപാടുകൾ ദൃഢമായിരുന്നു. വാചാലയല്ലെങ്കിലും സംസാരിക്കേണ്ട സന്ദർഭങ്ങളിൽ കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം കാണിക്കുകയും ചെയ്തു. എൻ്റെ മക്കൾക്ക് രാജ്യം നഷ്ടപ്പെട്ടതും അവരുടെ വനവാസക്ലേശവും ഞാൻ വേണമെങ്കിൽ മറക്കും. അനാഥയെപ്പോലെ സുനുഷ സഭയിൽ രക്തക്കറ പുരണ്ട ഒറ്റ വസ്ത്രവുമായി നീറി നിൽക്കേണ്ടി വന്നത് പക്ഷെ ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന് ദ്രൗപദിയെ സാക്ഷി നിർത്തി കുന്തി ഭീമനോട് പറഞ്ഞത് ഒരു വിസ്ഫോടനം തന്നെ ഉയർത്തി. രാജ്യത്തെയും പ്രജകളെയും രക്ഷിക്കാനറിയാത്ത രാജാക്കന്മാർക്ക് വിധിച്ചത് വീരസ്വർഗമല്ല മഹാനരകമാണെന്ന് യുധിഷ്ഠിരനെ കുന്തി ഓർമ്മിപ്പിച്ചു. അപ്പോൾ മാത്രമാണ് യുധിഷ്ഠിരൻ യുദ്ധസന്നദ്ധനായത്. ഭീമസേനൻ രാജാവാകണമെന്ന യുധിഷ്ഠിര നിശ്ചയം ഒറ്റ രാത്രി കൊണ്ട് കീഴ്മേൽ മറിഞ്ഞത് കുന്തിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ്. ധർമ്മശാസ്ത്രമറിയാത്ത ഭീമൻ അതിന് യോഗ്യനല്ല എന്ന് കുന്തി ഭീമൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. കുന്തിക്ക് അസാമാന്യ ധൈര്യവും തൻ്റെ ഇടവും 2-ാം ഊഴത്തിൽ എഴുത്തുകാരൻ നൽകുന്നുണ്ട്. 2-ാം ഊഴത്തിൻ്റെ ശില്പത്തെ നിർണ്ണയിക്കുന്നതിൽ ഭീമനോടൊപ്പം തന്നെ കുന്തിയും ദ്രൗപദിയും ശ്രദ്ധേയമായ പങ്ക് വഹിക്കുന്നു. അതേ അക്ഷങ്ങൾ ദ്രൗപദി നിലവിളിച്ചു. വീണുപോയ ദ്രൗപദിയെ പുറംകാൽ കൊണ്ടടിച്ച് കീചകൻ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. ഓടിയടുത്ത എന്നെ മറച്ചുകൊണ്ട് യുധിഷ്ഠിരൻ നിന്നു. ചുമരിൽ അലങ്കാരത്തിനുറപ്പിച്ച ആളും കൈയും നീളമുള്ള വെള്ളിപ്പിടിയുള്ള നായാട്ടുകുന്തം എടുക്കാൻ ആഞ്ഞ എന്നെ യുധിഷ്ഠിരന്റെ ശബ്ദം ശാസിച്ചു. ഭോഷ, അത് അടുക്കളയ്ക്കുള്ളതല്ല, വിറകിന് വേറെ സ്ഥലം അന്വേഷിക്കൂ. രാജാവും അടുത്തെത്തി. എഴുന്നേറ്റ് ദ്രൗപദി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മദ്യം കൊണ്ടുവരാൻ രാജ്ഞി എന്നെ അയച്ചതാണ്. ഇയാൾ എന്നെ ദാസിപ്പെണ്ണിന്റെ പാതിവൃത്യത്തെപ്പറ്റി എന്തോ പറഞ്ഞ ശേഷം കീചകൻ തിരിഞ്ഞു നടന്നു. രാജാവ് പറഞ്ഞു, ശല്യങ്ങൾ അവിടെങ്ങാനും മതി. എടോ, കളി തുടരൂ. കളിത്തട്ടിലേക്ക് നടന്ന രാജാവിന്റെ പിന്നിൽ കങ്കൻ തല കുനിച്ചു നടന്നു. ദ്രൗപദി നടന്നകലുന്ന കങ്കനെ നോക്കി. പിന്നെ എന്നെ ഇമവെട്ടാതെ നോക്കി നിന്നു. എന്നിട്ട് അങ്കണത്തിന്റെ മറുവശത്തേക്ക് നടന്ന് ചിത്രത്തൂണുകളുടെ പിന്നിൽ മറഞ്ഞു. രാത്രിയിൽ അടുക്കളക്കെട്ടിൽ കിടക്കുമ്പോൾ എന്റെ അടുത്ത് ദ്രൗപദി വന്നു. കാലൊച്ച ഞാൻ കേട്ടില്ല. പരിചിതമായ ഗന്ധം എന്നെ ഉണർത്തി. ദ്രൗപദി തന്നെ. അവൾ എന്റെ തൊട്ടടുത്തിരുന്നു. കണ്ടില്ലേ, എല്ലാവരും നിന്ന് കണ്ടില്ലേ? അവൾ ചുമലിൽ തല ചായ്ച്ചപ്പോൾ കണ്ണീരിന്റെ ചൂടുള്ള ഒരു ഉറവ് എന്റെ നെഞ്ചിലൂടെ ഒഴുകി. എന്റെ ദുഃഖം മറ്റാരോടും പറയാനില്ല. ചൂതാട്ടക്കാരൻ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കും. വീരാടന്റെ പെൺകിടാങ്ങളുടെ ചിരി നോക്കിയിരിക്കുന്നതിനിടയ്ക്ക്
മഹാപരാക്രമിക്ക് സമയമുണ്ടാവില്ല കേൾക്കാൻ. ഞാൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാവരും നിസ്സഹായരാണ്. അജ്ഞാതവാസക്കാലത്ത് ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ പിന്നെയും കാടാണ് ഗതിയെന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചു. ഇരുമ്പുലക്ക പോലുള്ള എന്റെ കൈകളും ഇപ്പോൾ പണയത്തിലാണ്. കാത്തിരിപ്പുകളുടെ കഥ കൂടിയാണ് രണ്ടാമൂഴം. കാത്തിരിപ്പിന്റെ ദർശനം എൻ ഡി എന്ന എഴുത്തുകാരൻ്റെ സർഗസാമ്രാജ്യത്തിലെ അനിഷേധ്യാംശമാകുന്നു. അപ്പുണ്ണിയിൽ തുടങ്ങുന്ന ആ പരമ്പര നീണ്ടുപോകുന്നു. പകരം വീട്ടാനായി, പക തീർക്കാനായി, ആഗ്രഹിച്ചത് നേടുവാനായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ രണ്ടാമൂഴത്തിലുമുണ്ട്. ഭീമൻ, ദ്രൗപദി, കുന്തി, അർജുനൻ എല്ലാവരും കാത്തിരിപ്പുകാരാണ്. അതിനായുള്ള യാത്രയിലാണ് എല്ലാവരും. ഒരാൾക്ക് രാജാധികാരമെങ്കിൽ മറ്റൊരാൾക്ക് ധർമ്മം സംസ്ഥാപിക്കാൻ ലക്ഷ്യങ്ങൾ വ്യത്യസ്തങ്ങളാകാം. കാത്തിരിപ്പിനെക്കുറിച്ച് അടുത്ത സമയത്ത് എം ഡി പറഞ്ഞു, അത് ജീവിതത്തിൻ്റെ ഒരു ദാഹം. ഋതുഭേദങ്ങൾ പോലെ തന്നെയാണ് ഈ കാത്തിരിപ്പും. സ്നേഹത്തിനു വേണ്ടി കാത്തിരിക്കുന്നു, ഭക്ഷണത്തിനു വേണ്ടി കാത്തിരിക്കുന്നു, അഭയത്തിനു വേണ്ടി കാത്തിരിക്കുന്നു, മേൽക്കൂരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇതൊക്കെ പലതരം കാത്തിരിപ്പുകൾ തന്നെ. കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ പണത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പല്ല, രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, പറ്റിയ ഋതുഭേദങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. രണ്ടാമൂഴം മുന്നോട്ട് വയ്ക്കുന്നതും രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഈ കാത്തിരിപ്പിൻ്റെ ദർശനമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് കാലാതിവർത്തിയായ ഒരു കലാസൃഷ്ടിയായി മാറിയത്. പഞ്ചഭൂതാത്മാവാകുമീ ജീവപ്രപഞ്ചത്തെ പുഞ്ചിരിച്ചെതിരേൽക്കും പാർവണേന്ദുവെ പോലെ പഞ്ചപാണ്ഡവർ ഞങ്ങൾ 5 പേരിലും പ്രേമ പഞ്ചരം തീർക്കും രാഗലോലയെ പാഞ്ചാലിയെ എടുത്തു വാരിപ്പുണർന്നറിയിച്ചു ഞാൻ. തങ്കം എനിക്കു കയ്യെത്താത്ത പൂവില്ലീ പ്രപഞ്ചത്തിൽ, തങ്കം എനിക്കു കയ്യെത്താത്ത പൂവില്ലീ പ്രപഞ്ചത്തിൽ. എതിർപ്പിൻ വജ്രം വച്ചു കെട്ടിയ ഗദ കയ്യിലെടുത്തു നടന്നു ഞാൻ അജ്ഞാത പുഷ്പം തേടി സിന്ധുഗംഗകൾ. വയലാറിൻ്റെ കവിത ചൊല്ലിയ അഥർവ കവിതാരാമം യൂട്യൂബ് ചാനൽ എം ഡി വാസുദേവൻ നായരുടെ രണ്ടാമൂഴത്തിൽ നിന്നുമുള്ള ഭാഗങ്ങൾ വായിച്ച മോണി ജെ ബേസിൽ, ശ്രീലക്ഷ്മി എന്നിവർക്കും എല്ലാ റേഡിയോ ബെൻസികർ ശ്രോതാക്കൾക്കും നന്ദി. ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വാക്കിലോതി വളർന്നു മലയാളം. സാഹിത്യത്തിന്റെ നിറവ്. എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ RS രാജീവ്. ഒരു സ്വർണമാലിക പോൽ